നമസ്കാരം. PSC സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ്, LGS മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. നമ്മൾ കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ആറ്റം പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ മോൾ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും തന്മാത്രയും ഒക്കെ പഠിച്ചു. ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആവർത്തന പട്ടികയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ സ്ക്രീനിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് ക്ഷമിക്കണം. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേനും നമ്മുടെ ചാനൽ നല്ലൊരു രീതിയിലെത്തി നല്ല രീതിയിലാവുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ കണ്ടൻറ്റിൽ ഒരു കുറവുമില്ല. അത് ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ സ്ക്രീനിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സൂം ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആവർത്തന പട്ടികയാണ്. ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ. നമുക്കറിയാം, നമ്മൾ കുറേ മൂലകങ്ങളുടെ കാര്യമൊക്കെ പഠിച്ചു. അപ്പോൾ ഈ മൂലകങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ള എലമെൻറ്റുകളെയൊക്കെ എന്താണ് ഒരു ഓർഡറിൽ അടുക്കും ചിട്ടയോടുകൂടി അടുക്കി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ, ലാവോസിയെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു മൂലക വർഗീകരണം നടത്തിയത്. ലോഹങ്ങളെയും അലോഹങ്ങളെയും വേർതിരിച്ചുകൊണ്ട് ആദ്യമായിട്ടൊരു മൂലക വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ലാവോസിയാണ്. ഇനി ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ എഴുതിയേക്കുന്നത് മെൻഡലിയേവ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ദിമിത്രി മെൻഡലിയേവ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവ്. അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ മെൻഡലിയേവിൻ്റെ ആവർത്തന പട്ടികയിൽ കുറച്ച് പരിമിതികളുണ്ടായിരുന്നു. ആ പരിമിതികളൊക്കെ പരിഹരിച്ചുകൊണ്ട് മോസ്ലി ഒരു ആവർത്തന പട്ടിക തയ്യാറാക്കി. അപ്പം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആവർത്തന പട്ടിക ആരുടേതാണ്? പീരിയോഡിക് ടേബിൾ ആരുടേതാണ്? മോസ്ലിയുടേതാണ് അല്ലേ. അപ്പോൾ ഈ മെൻഡലീഫിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? നമ്മുടെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ ഹൈഡ്രജന് ഒരു കൃത്യമായ സ്ഥാനം കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഹൈഡ്രജൻ എലമെൻറ്റിന് ഒരു കൃത്യമായ സ്ഥാനം കൊടുക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇങ്ങനെയുള്ള മൂലകങ്ങളോടൊപ്പം ഹൈഡ്രജന് സ്ഥാനം കൊടുത്തു. കാരണം ഈ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ ലോഹമാണ്. അങ്ങനെ ലോഹങ്ങളോടൊപ്പം ഈ ഹൈഡ്രജൻ എന്ത് ചെയ്തു? സ്ഥാനം കൊടുത്തു. അങ്ങനെയുള്ള കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മെൻഡലീവ് എന്ന് പറയുമ്പോൾ മൂലകങ്ങളുടെ അറ്റോമിക് മാസിൻ്റെ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. എന്നാൽ മോസ്റ്റ്ലി എന്താ ചെയ്തേ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ്? അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് വേർതിരിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം മെൻഡലീവ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് പറയുന്നത്. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മോസ്ലിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എലമെൻസിനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് അല്ലേ. ഓർഡറിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് പീരിയോഡിക് ടേബിൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ? കെമിസ്ട്രിയൊക്കെ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ട് കുറേ എലമെൻറ്റുകളുള്ളൊരു ടേബിൾ അല്ലേ. അപ്പോൾ മെൻഡലീവ് ആണ് ഇത് ആദ്യമായിട്ട് ഒരു ആവർത്തന പട്ടിക ഉണ്ടാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം എന്താണ്, അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്, അറ്റോമിക് മാസ് വെച്ചിട്ടാണ് അദ്ദേഹം തയ്യാറാക്കിയത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ആവർത്തന പട്ടിക മോസ്ലിയുടേതാണ്. അപ്പോൾ മോസ്ലി എന്താണ് ചെയ്തത്? അറ്റോമിക് നമ്പറിൻ്റെ ക്രമത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. അപ്പോൾ ആ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത്രയും കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് എന്തിലേക്ക് കടക്കാം? നമ്മുടെ ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിലേക്ക് കടക്കാം. നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് കുറേ കോളങ്ങളും റോകളും ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഇത് ഇങ്ങനെ പോകുന്നതുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്നതിൽ ഗ്രൂപ്പുകളും പിരീഡുകളുമുണ്ട്. അപ്പോൾ എന്താണ് ഗ്രൂപ്പ്, എന്താണ് പിരീഡുകൾ എന്നറിയണം. ആവർത്തന പട്ടികയിൽ കുത്തനെയുള്ള കോളങ്ങൾ, ഇങ്ങനെ പോകുന്ന കോളങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളുണ്ട്. എന്നാൽ ഇങ്ങനെ പോകുന്നതിനെ നമ്മൾ എന്തോ പറയുന്നത്? പിരീഡുകൾ എന്നാണ് പറയുന്നത്.
അങ്ങനെ ആവർത്തന പട്ടികയിൽ 7 പീരിയഡുകളുണ്ട്. അപ്പോൾ 7 പീരിയഡുകളും 18 ഗ്രൂപ്പുകളും അടങ്ങുന്നതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇനി ഇന്ന് വരെ എത്ര മൂലകങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ പീരിയോഡിക് ടേബിളിൽ? നിലവിൽ ഇതുവരെ 118 മൂലകങ്ങൾക്കാണ് സ്ഥാനം കൊടുത്തിട്ടുള്ളത്. 118 മൂലകങ്ങൾക്കാണ് സ്ഥാനം കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി പീരിയോഡിക് ടേബിളിൽ പലതരത്തിലുള്ള ബ്ലോക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്ഷെല്ലുകളെ കുറിച്ച് പഠിച്ചു അല്ലേ? ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സബ്ഷെല്ലുകളെ കുറിച്ച് പഠിച്ചു. നമുക്ക് എത്രയാണ്? 4 സബ്ഷെല്ലുകളുണ്ട്. ഷെല്ലിൻ്റെ അകത്തുള്ളതാണ് സബ്ഷെൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ SPDF എന്ന് പറഞ്ഞിട്ട് 4 സബ്ഷെല്ലുകളെ പഠിച്ചു. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. അതായത് അവസാനത്തെ ഇലക്ട്രോൺ എവിടെയാണോ നിറയുന്നത്, ഏത് സബ്ഷെല്ലിലാണോ നിറയുന്നത്, അതായിരിക്കും ആ മൂലകത്തിൻ്റെ ബ്ലോക്ക്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്കുകളാണുള്ളത്. S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് എസ് ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേനും എസ് ബ്ലോക്കിനകത്ത് 1ഉം 2ഉം ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ പഠിച്ചു ആകെ എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളാണ് ഒരു ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അതിൽ 1ആം ഗ്രൂപ്പും 2ആം ഗ്രൂപ്പും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ 1ആം ഗ്രൂപ്പിന് ഒരു പേര് പറയും ആൽക്കലി ലോഹങ്ങൾ എന്നും, രണ്ടാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെന്നും പറയാറുണ്ട്. അപ്പോൾ ആവർത്തന പട്ടികയിലെ 1ഉം 2ഉം ഗ്രൂപ്പുകളിൽ വരുന്ന മൂലകങ്ങളെയാണ് എസ് ബ്ലോക്കിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ എസ് ബ്ലോക്ക് മൂലകങ്ങൾ നമ്മൾ പറഞ്ഞാലോ എന്താണ്? ലോഹങ്ങളാണല്ലേ. ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈ എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്താണ് ചെയ്യുന്നത്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ത് ചെയ്യുന്നു? ആരെയാണ്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളാണ് പറയുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണുകളെ, രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും കൂടെ ഉൾപ്പെട്ടതാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അവസാനത്തെ സബ്ഷെല്ല് ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ്, ഏത് ഗ്രൂപ്പാണ്? ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2 വരത്തുള്ളൂ. അതിനകത്ത് ഏതാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിളായിട്ട് ലിഥിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? 1s2 2s1 എന്നാണ്. 1s2 2s1 എന്നാണ്. അപ്പോൾ ഇത് ഏത് ഗ്രൂപ്പിലാണ്? നോക്കിക്കേ, അവസാനം എത്ര ഇലക്ട്രോണുകളാണുള്ളത്? അവസാനത്തെ ബാഹ്യ എസ് സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോണല്ലേ ഉള്ളത്. അപ്പോൾ ഈ ലിഥിയം എത്രാമത്തെ ഗ്രൂപ്പിലായിരിക്കും? 1ാമത്തെ ഗ്രൂപ്പിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യം Mg അല്ലേ. മഗ്നീഷ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുന്നത്? എങ്ങനെ എഴുതുന്നതെന്ന് നോക്കി. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. 12 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? അത് ഏതായിരുന്നു എഴുതണ്ടേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് പഠിച്ചില്ലേ. 1s2 2 കൊടുത്തു. അതിനുശേഷം 2sലാണ് 2s2 കൊടുത്തു. അതിനുശേഷം 2p6 കൊടുത്തു. ഇപ്പോൾ ഇത്രയായപ്പോൾ എത്രയായി? 10ആയി. പിന്നെ അടുത്ത എവിടെയാണ്? 3s ആണ്. 3s2. അപ്പോൾ ലാസ്റ്റ് എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണ് വന്നത്. അപ്പോൾ ഈ മഗ്നീഷ്യം എത്രാമത്തെ ഗ്രൂപ്പിലാണോ വരുന്നത്? 2ാമത്തെ ഗ്രൂപ്പിലാണ് മഗ്നീഷ്യം വരുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 1ാമത്തെയും 2ാമത്തെയും ഗ്രൂപ്പിലുള്ളവരെയാണ് എന്തെന്ന് പറയുന്നത്? എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പി ബ്ലോക്കിലേക്ക് പോകാം. പി ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേനും പി ബ്ലോക്കിൽ 13 മുതൽ 18 വരെ ഗ്രൂപ്പിലുള്ളവരാണ് എന്തിൽ വരുന്നത്? പി ബ്ലോക്ക് മൂലകങ്ങളിൽ വരുന്നത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ്. അപ്പോൾ ഈ 1ഉം 2ഉം നമ്മൾ പറഞ്ഞു ഏതാണ്? എസ് ബ്ലോക്കിലാണ് 1ഉം 2ഉം വരുന്നത്. ഈ 1ഉം 2ഉം 13ഉം 18 ഇതിനെ എല്ലാം കൂടെ ചേർത്തിട്ട് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നുണ്ട്. പ്രാതിനിധ്യ മൂലകങ്ങൾ. അപ്പോൾ എസ് ബ്ലോക്കും പി ബ്ലോക്കും കൂടെ ചേർത്തിട്ടാണ് എന്തെന്ന് പറയുന്നത്? പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനകത്തെ
പി ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസും പിയും സബ്ഷെല്ലുകളിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 10 കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വിധത്തിൽ എങ്ങനെ പറയാം, പി ഇലക്ട്രോണുകൾ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനോടൊപ്പം +12 ചെയ്താലും മതി. മനസ്സിലായോ? എസും പിയും കൂടെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ 10 കൂട്ടുക. പി സബ്ഷെല്ല് മാത്രം എടുക്കുന്നുള്ളെങ്കിൽ, അവസാനത്തെ പി മാത്രമേ നോക്കുന്നുള്ളെങ്കിൽ 12 കൂട്ടിയാൽ മതി. ഏത് രീതി വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ട് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതിനായിരിക്കും. അല്ലാതെ ഇതിലോട്ട് 10 ആണോ കൂട്ടേണ്ടത് 12 ആണോ കൂട്ടേണ്ടതെന്ന് ചോദിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം. നോക്കാം. ഒരു എക്സാമ്പിൾ, ഞാനൊരു മൂലകം എടുത്തു, ഒരു പി ബ്ലോക്ക് മൂലകം എടുത്തു, ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5 ആണ്. 5 ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുന്നത്? 1s2 2s2. ഇനി 2pയിൽ എത്ര വേണം? 2 2 4 ഒരെണ്ണം മതി. 2p 1 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. എസും പിയും കൂടെ എടുക്കുവാണെങ്കിൽ കണ്ടോ, ലാസ്റ്റ് എസും പിയും കൂടെ എടുക്കുവാണെങ്കിൽ ഇവിടെ 2 ഇവിടെ 1, അങ്ങനെ ആകെ എത്ര എണ്ണമായി? 3 ആയി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 10 കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് നമ്പർ 13 എന്ന് കിട്ടും. ഒന്നെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പി മാത്രം എടുക്കുവാണെങ്കിൽ, ഈ ലാസ്റ്റ് 1 മാത്രം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ 12 കൂട്ടണം. 12ൻ്റെ കൂടെ 1 കൂട്ടിയാലും 13 തന്നെയാണ്. അപ്പോൾ ഈ 2 രീതിയിൽ കണ്ടുപിടിച്ചാലും നമുക്ക് എന്ത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ലാസ്റ്റ് നിങ്ങൾ 10 കൂട്ടുന്ന കാര്യം ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്താ ഓർത്താൽ മതി? ലാസ്റ്റ് പിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിൻ്റെ കൂട്ടത്തിൽ 12 കൂട്ടിയാൽ മതി. വേറൊരു എക്സാമ്പിൾ നോക്കാം. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ അതിന് ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ കൂട്ടത്തിൽ ഇലക്ട്രോൺ വിന്യാസവും കൂടി എഴുതാൻ പഠിച്ചേ. 1s2 2s2 1s2 2s2 2p3 7ആയില്ലേ? അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? അവസാനത്തെ പിയിൽ 3 ഇലക്ട്രോൺ, 3 + 12 15. 15ാമത്തെ ഗ്രൂപ്പിലാണ് ആര് വരുന്നത്? നൈട്രജൻ വരുന്നത്. ക്ലിയർ ആണോ? ഒരെണ്ണം കൂടെ നോക്കിയാലോ? 13 തൊട്ട് 18 വരെ പിന്നകത്താണ് വരുന്നത്. നമുക്ക് 18ാമത്തെ ഗ്രൂപ്പിൽ നോക്കാം. 18ാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് എന്താ പ്രത്യേകത? അലസവാതകങ്ങളല്ലേ, അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ നിയോൺ എടുത്തു. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10 ആണ്. 1s2 2ആയി, 2s2 2 2 4ആയി, 2p6 പി ഫുള്ളായിട്ട് നിറയ്ക്കണം. അപ്പോൾ ഈ 6ൻ്റെ കൂടെ 12 ആഡ് ചെയ്യുമ്പോൾ 18 എന്ന് കിട്ടും. അപ്പോൾ നിയോൺ എത്രാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്? 18ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ക്ലിയർ ആണല്ലോ? ഈ പി ബ്ലോക്കിനകത്ത് സാധാരണ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള മൂലകങ്ങൾ ഉൾപ്പെടാറുണ്ട്. അതുപോലെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചാലും അതേതാണ്? പി ബ്ലോക്കിനകത്താണ് വരുന്നത്. അപ്പോൾ ഈ ക്ലാസ് കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ അറിയാത്തവരും കൂടെ അത് കണ്ടിട്ട് പഠിക്കട്ടെ. എത്ര പേര് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരാൾ ക്ലാസ് കണ്ടത് വെച്ചിട്ട് അവർക്ക് അഭിപ്രായം നമുക്ക് അറിയാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തുടർന്ന് ക്ലാസ്സുകൾ 100 ദിവസത്തേക്ക് ഇങ്ങനെ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യുന്ന രീതിയിൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും കമൻറ്റ് ഇടുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ തൊട്ട് എവിടെ വരെയാണ്? ഡി ബ്ലോക്ക് മൂലകങ്ങളെന്ന് പറയുമ്പം 3 തൊട്ട് 12 വരെ ഗ്രൂപ്പിലുള്ളവരെയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റുകൾ എന്നും ഇവരെ പറയാറുണ്ട്. സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ് എന്നും ഡി ബ്ലോക്ക് മൂലകങ്ങളെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ?
ഇനി എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ അന്തസംക്രമണ മൂലകങ്ങളാണ്. ഡി ബ്ലോക്കിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? സംക്രമണ മൂലകങ്ങൾ എന്നാണ് പറഞ്ഞത്. സംക്രമണ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. അതുപോലെ എന്തൊക്കെ പ്രത്യേകതകൾ പറഞ്ഞു? നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക, വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നവരാണ് ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഈ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ അവരെ അന്തസംക്രമണ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളുമുണ്ട്. ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും കൂടെ ചേരുന്നത്, ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും ചേരുന്നതാണ് ഇതെന്ന് പറയുന്നത്. ആക്റ്റിനോയിഡുകളും ചേരുന്നതാണ് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ ലാന്തനോയിഡുകൾ എന്ന് പറഞ്ഞാൽ ലന്താനം 57 ലാന്താനം തൊട്ട് 71 ലുട്ടീഷ്യം വരെയുള്ള മൂലകങ്ങളാണ് ലാന്തനോയിഡുകളിൽ വരുന്നത്. എന്നാൽ ആക്ടീനിയം മുതൽ 89 അറ്റോമിക നമ്പറുള്ള ആക്ടീനിയം മുതൽ 103 അറ്റോമിക നമ്പറുള്ള ലോറൻഷ്യം വരെയാണ് ആക്റ്റിനോയിഡിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഡി ബ്ലോക്കിനെ പോലെ തന്നെ ഇവരും എന്തുണ്ട്? വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ കാണിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്? ഈ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിരിക്കുക? ബ്ലോക്കുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യവും കൂടെ ഞാൻ ഈ ക്ലാസ്സിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മൂലകങ്ങളുടെ എന്ത് മനസ്സിലാക്കിയിരിക്കണം? അറ്റോമിക് നമ്പർ. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു 20 നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ടും പഠിച്ചു വയ്ക്കുക. ഈ ക്ലാസ് കാണുന്ന എല്ലാവരും ഇപ്പം തന്നെ അത് പഠിച്ചു വയ്ക്കുക, മനസ്സിലാക്കി നല്ലപോലെ പഠിച്ചു വയ്ക്കുക. ഞാൻ രാത്രിയിലത്തെ എക്സാമിൽ ഇത് ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങളത് പഠിച്ചത് ഉപകാരപ്പെടുന്നുണ്ടോ എന്നും കൂടി നോക്കുക. അപ്പോൾ ഒരു ബുക്ക് എടുത്തിട്ട് എഴുതിക്കൊള്ളുക. 1 തൊട്ട് 20 വരെയുള്ള ഹൈഡ്രജനാണ് അറ്റോമിക നമ്പർ 1 മൂലകം. ഹൈഡ്രജൻ 1. രണ്ടാമത് വരുമ്പോഴത്തേനും ഹീലിയമാണ് 2. ദെൻ ലിഥിയമാണ് അറ്റോമിക് നമ്പർ 3 ലിഥിയം. ബെർലിയമാണ് അറ്റോമിക് നമ്പർ 4. ബോറോണാണ് അറ്റോമിക് നമ്പർ 5. ബോറോൺ 5. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6. നൈട്രജൻ്റെ ഇതാണ് എത്ര എന്ന് പറയുന്നത്? 7. നൈട്രജൻ 7. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8. എഴുതിക്കോളുക കേട്ടോ. എൻ്റെ കൂടെ തന്നെ പറയുക, പഠിച്ചോളുക, എഴുതിക്കോളുക. എഴുതാത്തവരാണെങ്കിൽ കേട്ട് പഠിച്ചോളുക. ഫ്ലൂറിൻ്റെ എത്രയാണ്? 9. നിയോൺ ആവുമ്പം 10 അറ്റോമിക് നമ്പർ വരുന്നത്. 11 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചോ? ഒന്ന് ഓർത്തെടുത്ത് നോക്കിയേ. സോഡിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പൽ എന്താണ്? Na ആണ്. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11. സോഡിയം 11. കുറച്ച് മുന്നേ മഗ്നീഷ്യം പറഞ്ഞല്ലോ, 12 അറ്റോമിക് നമ്പർ വരുന്നത്. അടുത്തത് ആരാണ്? അലൂമിനിയമാണ്. അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13. അലൂമിനിയം 13. സിലിക്കൺ ആണ് 14 വരുന്നത്. സിലിക്കൺ ആണ് 14 അറ്റോമിക് നമ്പർ വരുന്നത്. ഫോസ്ഫറസ് ആണ് 15. ഫോസ്ഫറസ് 15. സൾഫർ എസ് എന്നാണ് എഴുതുന്നത്. സൾഫർ 16. ക്ലോറിൻ 17. ക്ലോറിൻ ആണ് 17. ആർഗൺ വീണ്ടും രസവാതകമാണ് 18. പൊട്ടാസ്യത്തിൻ്റെ സിമ്പൽ എന്താണ്? K ആണ്. പൊട്ടാസ്യം K ആണ് 19. 20 ആരാണ്? കാൽസ്യം Ca. കാൽസ്യമാണ് 20. ക്ലിയർ ആണല്ലോ? അപ്പോൾ 20 വരെയുള്ള എലമെൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ബൈഹേർട്ട് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഇനിയുള്ള എന്ത് ആവശ്യത്തിനും എന്ത് ചെയ്യും? ഇപ്പോൾ അവരുടെ അറ്റോമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ പോലും ചിലപ്പം അറ്റോമിക് നമ്പർ അറിയത്തില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കാൽസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്ന് നോക്കിയാൽ കാൽസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് എളുപ്പത്തിൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആവർത്തന പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസ് ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ അത്യാവശ്യം സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ലെങ്ത് കൂടും. നമ്മൾ ഓരോ സബ്ജക്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ തന്നെ പോയാൽ മതിയെന്ന് നിങ്ങളൊന്ന് പറയുക. വേണമെങ്കിൽ നമുക്കൊരു സബ്ജക്റ്റ് എടുത്തിട്ട് ഓടിപ്പോയി അടുത്ത സബ്ജക്റ്റ്, വീണ്ടും അടുത്ത സബ്ജക്റ്റ്, അങ്ങനെ പോകുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഓരോന്നായിട്ട് ഒതുക്കി പഠിച്ച് വരിക. അപ്പോൾ നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനും കമ്പനി ബോർഡ് LGSനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇങ്ങനെ സമഗ്രമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ക്ലാസ്സിൽ എന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ നല്ലതാക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ ചാനൽ അറിയാലോ, നിങ്ങൾക്ക് നല്ല രീതിയിലൊന്ന്
ഡെവലപ്പായി വരുമ്പോഴത്തേനും നമ്മൾ നല്ല നല്ല ക്ലാസ്സുകൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. ഫ്രീ ആയിട്ട് തരുവാണെങ്കിൽ പോലും ഞാനൊരു പെയ്ഡ് ക്ലാസ് പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ക്ലാസ്സും അതുപോലെ നമ്മുടെ എക്സാമുകൾ നല്ല രീതിയിൽ രാത്രിയിൽ 6:30 നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. രാത്രി 9 മണിക്ക് 9:30 ഇടയ്ക്ക് ആ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എക്സാമുകൾ ടെലിഗ്രാമിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടെലിഗ്രാമിലൊന്ന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്തിട്ട് എക്സാമുകളും കൂടെ അറ്റൻഡ് ചെയ്യുക. റിവിഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇത്രയാണ് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്